പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളെ നാളെയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് നാളെ 1200 കർക്കിടക മാസം 15-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 31-ാം തീയതി വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:46. നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ ചിത്ര നക്ഷത്രമാകുന്നു. ചിത്ര വളരെയധികം ബലമുള്ളൊരു നക്ഷത്രമാണ്. ഭൂമി ലാഭത്തിനും ഭൂമിപരമായ വിഷയങ്ങൾക്കും ചിത്ര നക്ഷത്രം നാം വളരെയധികം ഉപയോഗിക്കും. ചിത്ര എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യത്തിനൊഴിച്ച് മകാ ചിത്രാജ രേവതി കൃത്രിക ഭാഗ്യം മൂലശ്ച. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ വാങ്ങാനും കൊടുക്കാനും നല്ല നക്ഷത്രമല്ല. അതിനാൽ നാളത്തെ ദിനം വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് അനുകൂലമല്ല. പക്ഷെ മറ്റ് പല കാര്യങ്ങൾക്കും, ഭൂമിപരമായ വിഷയങ്ങൾക്കും ഭൂമി ലാഭത്തിനും ഒക്കെ തന്നെ വളരെ അനുകൂലമാണ്. പഴയ കാലത്തൊരു ചൊല്ലുണ്ട്, ചിത്ര പിറന്നാൽ ആ തറ തോണ്ടുമെന്ന്. ചിത്ര നക്ഷത്രം വന്നാൽ ജന്മഗ്രഹം ലഭിക്കില്ല എന്നൊക്കെ ഫലമുണ്ട്. അവിടെ നക്ഷത്രത്തിൻ്റെ ബലം നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും വെളുത്തപക്ഷത്തിൽ ശക്തമായ ചിത്രയാണെങ്കിൽ എല്ലാ ഭൂമി ലാഭവും തരും. മറിച്ച് അമാവാസി അല്ലെങ്കിൽ കറുത്തപക്ഷത്തിൽ ദുർബലമായ ചിത്ര നക്ഷത്രമാണെങ്കിലാണ് ഭൂമി നഷ്ടപ്പെടുക. ഇതൊരു വലിയ ചൊല്ലാണ്. ചിത്ര പിറന്നാൽ ആ തറ തോണ്ടും. അത് തമിഴന്മാർക്കും ആ ഒരു ചൊല്ലുണ്ട്. അതിനാൽ ഭൂമി ലാഭത്തിനായിക്കൊണ്ട് ചിത്ര നക്ഷത്രമുള്ളവർക്കൊക്കെ ഭൂമി വാങ്ങാനോ ഭൂമി വിൽക്കാനോ പുത്തൻ വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ തന്നെ ഏറ്റവും നല്ലതാണ് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി ഭൂമി പൂജ ചെയ്യുക എന്ന മംഗളകർമ്മം. ഈ ഭൂമി പൂജ ചെയ്താൽ ഓം വരാഹമൂർത്തയെ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് ഭൂമി പൂജ ചെയ്താൽ ഭൂമി ലാഭം വരും. നമുക്ക് ഭൂമി നഷ്ടപ്പെടാതെ ഈ വരാഹമൂർത്തി സ്വാമി നമ്മളെ സഹായിക്കും. കേരളത്തിൽ ശ്രീവരാഹം എന്ന വരാഹമൂർത്തി ക്ഷേത്രമുണ്ട് തിരുവനന്തപുരത്ത്. മലപ്പുറം ജില്ലയിൽ കുമ്പിടി വരാഹമൂർത്തി ക്ഷേത്രം വളരെയധികം പ്രശസ്തമാണ്. അതിനാൽ ഭൂലാഭത്തിനും പുത്തൻ വീടെടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭൂമിക്ക് ചൈതന്യമില്ലെങ്കിൽ മണ്ണെടുത്ത് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ കൊടുത്ത് തിരുമേനിയെ കൊണ്ട് പൂജിപ്പിക്കുക. എന്നിട്ട് ആ ഭൂമിയിൽ നിക്ഷേപിക്കുക. എല്ലാ വിഷയങ്ങളും മാറിക്കിട്ടുന്നതാണ്. നാളെ എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മുഹൂർത്തവും ശ്രദ്ധിക്കുക. നാളെ 9:15 മുതൽ 10:15 നക്ഷത്രം വരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാവുന്നതാണ്. വ്യാഴാഴ്ചയാണ്. ബാങ്കുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, സന്താന ശ്രേയസ്സനായി ചെയ്യുന്ന കർമ്മങ്ങൾ, ബാങ്ക് മാനേജറുമായി കൂടിക്കാഴ്ചകൾ, ഇതിനൊക്കെ മേൽപ്പറഞ്ഞ 10:15 സമയം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നാളെ ചിത്ര നക്ഷത്രമാകയാൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. കാരണം ചൊവ്വ നിൽക്കുന്നത് ഓജരാശിയിലാണ്. ഓജരാശിയിൽ, പുരുഷരാശിയിൽ ചൊവ്വ നിന്നാൽ സുബ്രഹ്മണ്യൻ മുതലായ ദേവതകളാണ്. യുഗ്മരാശി സ്ത്രീ രാശിയിലാണെങ്കിൽ ചാമുണ്ഡി ഭദ്രകാളിയാണ്. അതിനാൽ ഓം വജത് ഭുവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി നാളത്തെ ദിനത്തെ ധന്യമാക്കുക. നന്ദി, നമസ്കാരം.